ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ നോമ്പ് തുറ ഐറ്റംസ് ഉണ്ടാക്കാനേ ഇന്നൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് ട്ടാ. കാരണം എന്താണെന്ന് അറിയോ, എന്നും നോമ്പ് തുറക്കാറാകുമ്പോത്തിന് എന്തുണ്ടാക്കൂ എന്ന് ആലോചിക്കെങ്കിലും ഒക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടേന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു മടിയും കുഴച്ചില്ല. പക്ഷേ എങ്കിൽ ഇന്ന് നല്ല ഇൻട്രസ്റ്റിലാണ് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുള്ളത് കേട്ടാ. ഇതാ ഓരോരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നോമ്പ് തുറക്കുമ്പോത്തിന് നമ്മളെ സഹായിക്കാനായിട്ടേ ഒരാളൂടി വരുന്നുണ്ട്. ഈ വരുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ വറുത്തവും പൊരിച്ചതൊക്കെ ഉണ്ടാക്കാച്ച വല്ലാത്ത കഴിവാണ് പോലും. എന്നാ പിന്നെ ഞാൻ സമൂസയിൽ തന്നെ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ സമൂസക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി അതൊക്കെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ വിചാരിച്ചാ പിന്നെ കുറച്ച് ചിക്കൻ റോളും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള അതിനുള്ള മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ റോളിലുള്ള ഷീറ്റ് ഓരോന്നായിട്ട് എടുത്തിട്ട് മസാല നീളത്തിൽ അങ്ങ് വെച്ചിട്ട് ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒരുപോലെ അങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പായ് മടക്കും പോലെ ഇങ്ങനെ ചുരുട്ടി എടുത്താൽ നമ്മളെ ചിക്കൻ റോൾ റെഡി ആയി കഴിഞ്ഞിട്ടാ. സത്യത്തിൽ ഇത്ര എളുപ്പമാണ് ഈ സംഭവം ഉണ്ടാക്കാൻ എന്നുള്ളത് നമുക്ക് ഒറ്റ തവണ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇനി ഒരു പെപ്സ് ഉണ്ടാക്കി നോക്കിയാലോ എന്നിട്ടാ. സംഭവം ഇനി വരാൻ പോണ ആൾക്ക് ഇതൊക്കെ ഉണ്ടാക്കൽ ചെറിയ എളുപ്പമുള്ള പരിപാടിയാണെന്ന്. നമുക്കിതൊക്കെ വലിയ റിസ്ക് കുറിച്ച പരിപാടിയാണെങ്കിലും ഇതാ പെപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഷീറ്റാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് വെച്ചാൽ നമുക്ക് വെബ്സിന്റെ പരിപാടി ഇതാന്ന് അറിയുമ്പോഴത്തേന് കഴിയും. പിന്നെ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് വർക്കലും പൊരിക്കലും ഒക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി എന്നിട്ടാ. അതുകൊണ്ട് ഞാനിതാ സമൂസക്കാണെങ്കിലും ചിക്കൻ റോളിലാണെങ്കിലും പെപ്സിനാണെങ്കിലും ഇതുപോലത്തെ അക്കത്തുറക്കത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് അവിടെ വെക്കാണ്. വർക്കലും പൊരിക്കലൊക്കെ മൂപ്പര് വന്നിട്ട് ചെയ്തോളൂ. 90 കാലഘട്ടങ്ങളിൽ ജനിച്ചു പറഞ്ഞ മക്കൾക്കൊക്കെ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ തിന്നിട്ടുള്ള സ്നാക്സ് എന്താന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഈ മുട്ട പെപ്സ് പറഞ്ഞാലിട്ടാ. അതിക്ക് നാരങ്ങന്റെ വെള്ളവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ സ്വർഗം തന്നെയാണ് സ്വർഗം. ഇക്കാലത്ത് ഉണ്ടെങ്കിൽ ഷവർമയും അൽഫാമും ബർഗറും ആയിട്ട് പല പല സംഭവങ്ങൾ ഉണ്ടല്ലോ. അന്നത്തെ കാലത്ത് ഒരു മുട്ട പെപ്സും നാരങ്ങന്റെ വെള്ളം കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഹയറാണ് കേട്ടാ. ഇത്രയും കാലം പൈസ കൊടുത്തിട്ട് മാത്രം വാങ്ങി തിന്നുന്ന മുട്ട പെപ്സ് ഇന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിന്റെ ഒരു സന്തോഷവും ആഹ്ലാദമൊക്കെ നിൽക്കുന്നുണ്ടാ. അതുകൊണ്ട് തന്നെ ആദ്യം 2 കൈയേറ്റും പിന്നെ 1 കൈയേറ്റും പിന്നെ 2 വിരലേറ്റും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സംഭവം ഉണ്ടാക്കി ഇങ്ങനെ വന്നപ്പോഴാണ് ഇത് ഉണ്ടാക്കാൻ ഇത്രയും സിമ്പിൾ ആയിട്ടുണ്ടായിരുന്ന പണിയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയിരുന്നിട്ടാ. ഇനി ഉണ്ടാക്കി കരിച്ചു പൊരിച്ചെടുക്കുമ്പോൾ എന്താ കോലം എന്നുള്ളത് ഞാൻ ക്ലാസ് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും മുട്ട പെപ്സ് മടക്കലും നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ് കേട്ടാ. പെരേക്ക് പുതിയൊരാൾ വരുന്നതിന്റെ സന്തോഷത്തിൽ ഞാൻ എന്തായാലും ചിക്കൻ റോളും സമൂസയും മുട്ട പെപ്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊരിക്കലും കരിക്കലൊക്കെ ഓള് വന്നിട്ട് ചെയ്തോളും. പ്രത്യേകിച്ച് പെരേക്ക് ഒരാൾ വരുമ്പോഴേ നമുക്ക് പെണ്ണുങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അതും അടുക്കളപ്പണിയിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളും കൂടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. എന്നാലും നാളെ തൊട്ടിട്ട് അടുക്കളയിൽ ഒറ്റയ്ക്ക് പണിയെടുക്കണ്ടല്ലോ എന്നുള്ളൊരു പൊലിവ് എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടാ. അപ്പൊ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണ നേരത്താണ് ഞാൻ ആലോചിച്ചത് ഇതിപ്പോ ഒക്കെ എരുള്ള സ്നാക്സുകളാണ് ഉണ്ടാക്കിയത്, മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. ഇനി വരുന്ന ആൾക്ക് എരുള്ള ഉണ്ടാക്കിയിട്ട് മാത്രമാണോ ശീലം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യുവാണല്ലോ. മധുരമുള്ള എന്താ ഇപ്പൊ ഉണ്ടാക്കുക അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. അപ്പൊ അത് അപ്പുറത്ത് നോക്കിയപ്പോ ഫ്രിഡ്ജിന്റെ മുകളിലെ ഫ്രൂട്ടും കൊട്ടയിൽ ഇളിച്ചിങ്ങാണ്ടിരിക്കുന്ന 2 ചെറുപ്പഴല്ല നീന്ത്രപ്പഴം കണ്ടത്. കൊട്ടയിലിരുന്ന് ബോറടിച്ചതല്ലേ എന്നങ്ങോട്ട് പോരമള അന്നെ ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞിങ്ങാണ്ട് കയ്യിലെടുത്ത് നിന്നപ്പോഴാണ് പഠിച്ചോനെ എന്റെ കുളി നിസ്കാരം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ നേരെ അതവിടെ വെച്ചിങ്ങാണ്ട് ഞാൻ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ പാടിയും പോയിട്ടാ. അതൊക്കെ പാടി കഴിഞ്ഞ് വന്നപ്പോൾ എന്താ പഴ അതേപോലെ